ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. പരമാവധി എല്ലാ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വളരെ സിമ്പിൾ ആണ്, പക്ഷെ കുറച്ച് കുട്ടികൾ എക്സാമിന് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. ആക്ച്വലി ഇത് ബുദ്ധിമുട്ടാവുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഫോർമുല അല്ലെ, കുറെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ മഗ്ഗപ്പ് ചെയ്ത് പോകുന്നതാണ് കോൺസെപ്റ്റ് ഒന്നും പഠിക്കാതെ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊരു പ്രൊഫഷണൽസ് ആണ്. CA CMAs നിങ്ങളൊരു പ്രൊഫഷണൽസ് ആണ്. ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പ്രാക്ടിക്കൽ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതിങ്ങനെ ഇക്വേഷൻസ് മക്കപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാല് ICMA ആയാലും ICA ആയാലും നിങ്ങളെ പാസ്സാകുന്നുണ്ടോ? ഇല്ല. അപ്പോ ആദ്യം ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ 100% കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ കോൺസെപ്റ്റിലേക്ക് വരുമ്പോ ഞാനിപ്പോ വലിയൊരു ഡയലോഗ് അടിച്ചല്ലോ, എന്താ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണെന്ന്. അപ്പോ ഒരു പ്രൊഡക്ഷൻ ഫേമും ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഫോർമുല കാര്യങ്ങളൊന്നും പഠിക്കില്ല, എന്റെ ക്ലാസ് മുമ്പേ കേട്ടവർക്ക് അറിയാം. ഇപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആയാലും മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആയി കഴിഞ്ഞാലും നമ്മള് ഒരു ഫോർമുല പോലും നമ്മൾ എന്ത് ചെയ്യാറില്ല, പഠിക്കാറില്ല. കാരണം ഫോർമുല പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പരിപാടി. അത് കാരണം ഞാൻ എന്റെ പിള്ളേർക്ക് എന്ത് ചെയ്യാറില്ല, ഫോർമുല പഠിപ്പിച്ചു കൊടുക്കാറില്ല. ഓൺലി കോൺസെപ്റ്റ്, ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഈ സാധനം എന്താ, ഇത് ഇങ്ങനെയാണ്, അപ്പൊ എന്തിനാ ഫോർമുല? ആ കോൺസെപ്റ്റ് ആലോചിക്കുക, എക്സാം ചെയ്യാം, എന്താ എക്സംഷൻ അല്ലെ, എക്സംഷൻ സ്കോർ ചെയ്യാം, അത്രേ ഉള്ളൂ. ഇപ്പൊ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കംപ്ലീറ്റ് ഈ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉറപ്പ് തരാൻ പറ്റും, നല്ല രീതിയിൽ വൃത്തിക്ക് ഈ സാധനം പഠിക്കാനും പറ്റും. ഒരു 10 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 10 മാർക്കിന് സ്കോർ ചെയ്യാനും പറ്റും. മനസ്സിലായില്ലേ? അപ്പോ കുറെ ബിൽഡപ്പ് ഒക്കെ കൊടുത്തതല്ലേ, അപ്പൊ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കി തരാം. എന്റെ ഗ്രാൻഡ് ഫാദർ ഒരു ഷോപ്പ് ഉണ്ട് കാലിക്കറ്റ്. എന്റെ സ്ലാങ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ തൃശ്ശൂർക്കാരനാണ്, പക്ഷെ ഷോപ്പ് നമുക്ക് എവിടെയും തുടങ്ങാം. കാലിക്കറ്റ് ആണ് എന്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു ഷോപ്പ് ഉള്ളത്. ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഹോട്ടലാണ് കേട്ടോ, ഹോട്ടല്. പ്രാക്ടിക്കൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയണം, ഒരു ഹോട്ടല്. മൂപ്പർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഹോട്ടലിനോട് വളരെ ചേർന്ന് തന്നെ എന്ത് ചെയ്തു, ഒരു കൂൾ ബാർ അല്ലെങ്കിൽ ഒരു ഷെയ്ക്കിന്റെ ഷോപ്പ്. മെയിൻ ആയിട്ട് ഷെയ്ക്ക് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്, ഈ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്തപ്പോ, ഹോട്ടൽ വിസിറ്റ് ചെയ്തപ്പോ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാല് ഹോട്ടലിനേക്കാൾ കൂടുതൽ തിരക്ക് ഈ ഷെയ്ക്ക് കടയിലാ. അപ്പൊ മൂപ്പരുടെ മാസ്റ്റർ പീസ് ആയിട്ടുണ്ട് ആപ്പിൾ ഷേക്ക്. മനസ്സിലാവുന്നുണ്ടോ? മൂപ്പരുടെ മാസ്റ്റർ പീസ് ആയിട്ടാണ് ആപ്പിൾ ഷേക്ക്. ഭയങ്കര ടേസ്റ്റ് ആണ്, കുറെ ഭയങ്കര തിരക്കാണ്, ഭയങ്കര ക്യൂ ഒക്കെ നിന്നിട്ടാണ് ആൾക്കാർ ഇത് എന്ത് ചെയ്യുന്നത്, വാങ്ങിക്കുന്നത്. അപ്പൊ ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നല്ല തിരക്കൊന്നും ഇല്ല. ഷേക്ക് കടയിലാണ് ഭയങ്കര തിരക്ക്, അത് ആപ്പിൾ ഷേക്ക് കുടിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ ഞാൻ ഒരു ബിസിനസ് പ്രപ്പോസൽ വെക്കാണ് മൂപ്പരോട്, നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ റെസിപ്പി അല്ലെ, നമുക്ക് ലോകമെമ്പാടും അല്ലെ ഒരു ബ്രാൻഡ് ആക്കി മാറ്റാം. ഞാൻ പറയാണ്, മൂപ്പരുടെ പേരുടെ മൂപ്പരുടെ പേര് ആലി എന്നാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആലീസ് അല്ലെ, ആലീസ് ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആലീസ് എന്ന് അറിയാലോ, കുഴപ്പമില്ല, ഓക്കെ. ആലീസ് ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാണ്. ഓക്കെ, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്. ഓക്കെ, പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയുണ്ട്, തകർക്കൂലേ? ഇപ്പൊ പ്രൊഡക്ഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പോ അത് കണക്ട് ചെയ്തിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഇത് പഠിപ്പിച്ചുതരാം. സോ മനസ്സിലാക്ക, ആദ്യം ഒരു ഹോട്ടലിൽ ചെറിയൊരു ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു ഷെയ്ക്കിന്റെ ഒരു ഷോപ്പ്, വളരെ ചെറിയൊരു ഭാഗത്തുണ്ടായ ഷെയ്ക്കിന്റെ ഷോപ്പ്. ഇവിടെ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഡയറക്ട്ലി പബ്ലിക് ആണ് അല്ലെ. പബ്ലിക് ആണ്, നേരെ വരുന്നു, ജനങ്ങൾ വരുന്നു, ഷെയ്ക്ക് വാങ്ങിക്കുന്നു, കാശ് ഇടുന്നു, പോകുന്നു, അല്ലെ അല്ലെ. ഇനി നമ്മളിതൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ട് മാറ്റുമ്പോൾ, ആലീസ് ഷേക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ട് മാറ്റുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് വെച്ചാലേ, ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞാൽ 1 ലിറ്ററിന്റെ ബോട്ടിൽ നമ്മൾ കൊടുക്കുള്ളൂ. 1 ലിറ്ററിന്റെ ബോട്ടിലാണ് 1 ബോട്ടിൽ ഷേക്ക് അല്ലെ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ്, അര ലിറ്റർ ഒന്നുമില്ല, 1 ലിറ്ററേ കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? എക്സാമ്പിൾ ആണോ പറയുന്നേ, അപ്പൊ കുറച്ചൊക്കെ എന്റെ തള്ളും ഉണ്ടാവും അതിന്റെ ഇടയില്, കുറച്ചൊക്കെ സഹിക്കേണ്ടി വരും. സംഭവം മനസ്സിലായാൽ മതിയില്ലേ? 1 ലിറ്റർ ജ്യൂസ് ആയി നമ്മൾ കൊടുക്കുന്നുള്ളൂ, അതും 1 ലിറ്റർ ഒരു ബോട്ടിൽ. അപ്പോ ഇപ്പൊ നമ്മുടെ കസ്റ്റമർ ആരാ? നേരത്തെ ഹോട്ടൽ ഉണ്ടായിരുന്നപ്പോ നമ്മുടെ കസ്റ്റമർ പബ്ലിക് ആയിരുന്നു. ഇപ്പൊ നമ്മുടെ കസ്റ്റമർ ആരാന്നറിയോ? റീറ്റെയിലേഴ്സ് ആയി. ഇപ്പൊ നമ്മൾ വലുതായി, വിച്ച് മീൻസ് നമ്മളൊരു ബ്രാൻഡായി. റീറ്റെയിലേഴ്സ് ആണ് സാധാരണ ഈ കച്ചവടക്കാരില്ലേ, ഇവര് നമ്മൾക്ക് എന്ത് ചെയ്യും, ഓർഡർ തരും. അപ്പൊ നമ്മൾ ഇവരെ അടുത്ത് പോകും. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യും, റീറ്റെയിലേഴ്സ്, അവിടുത്തെ കമ്പനിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, കണക്ഷൻ. റീറ്റെയിലേഴ്സിനോട് പോയിട്ട് ചോദിക്കും, നല്ല ഷെയ്ക്കാണ്, അടിപൊളി ഷെയ്ക്കാണ്, നിങ്ങൾ കുടിച്ചു നോക്കിക്കോ, ഇതെന്തായാലും മൂവിങ് ആയിട്ടാണ്. അപ്പൊ അവര് സമ്മതിക്കും. മോർ ദാൻ ദാറ്റ്, നമുക്കിവിടെ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഷെയ്ക്ക് അടിപൊളിയൊക്കെ തന്നെ, അതിലുപരി നമ്മൾ കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവരെ ഓർഡർ തരും, കാരണം ഷെയ്ക്ക് അടിപൊളിയാണല്ലോ. ഓർഡർ തരുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം റീറ്റെയിലേഴ്സിനോട്, നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമ്മൾ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? പ്രൈസ് എത്രയാണ്?
ഒരു ബോട്ടിലിന്റെ പ്രൈസ് എത്രയാണ്? ഓക്കെ, ഇത് എപ്പോഴാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഐ മീൻ പ്രൊഡക്ഷൻ നടത്തിയതിന് ശേഷമാണോ പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുമ്പാണോ? പ്രൊഡക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ എത്രയാണ് വേണ്ടതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യണം? ഓർഡർ തരണം, എന്നാലേ പ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ പ്രൈസ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിന് എത്ര ചെലവ് വരും, അല്ലെങ്കിൽ ഇത് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി അസർട്ടൈൻ ചെയ്യണം. എന്നിട്ട് റീറ്റെയിലേഴ്സിനോട് പറയണ്ടേ. അപ്പൊ ആദ്യം പ്രൈസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതിന്റെ കോസ്റ്റ് ആണ്. കോസ്റ്റ് ആണ് അസർട്ടൈൻ ചെയ്യേണ്ടത്. ഇത് ഉണ്ടാക്കാൻ വരുന്ന ചെലവ്, ഇതിന് മൊത്തത്തിൽ ചെലവ് നമ്മൾ എന്ത് ചെയ്യും? അസർട്ടൈൻ ചെയ്യും. എന്നിട്ട് അതിന്റെ കൂടെ പ്രോഫിറ്റും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രൈസ് ഫിക്സ് ചെയ്യുക, അല്ലേ? എന്നിട്ട് ഇത്രയാണ് പ്രൈസ്. ഒരു ബോട്ടിൽ ജ്യൂസ്, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 150 റുപ്പീസിന് ഒരു ബോട്ടിൽ ജ്യൂസ് ഞങ്ങൾ എന്ത് ചെയ്യാൻ വിൽക്കാം. 150 റുപ്പീസ് കുറച്ച് കൂടുതലല്ലേ? നിങ്ങൾ നോക്കണം, ഇത് ഷെയ്ക്ക് ആണ്, ജ്യൂസ് അല്ല, ഷെയ്ക്ക് ആണ്. ഷെയ്ക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അല്ലെ? 1 ലിറ്റർ ജ്യൂസിന് 150 രൂപ, അതും ആപ്പിൾ ഷേക്ക് ആണ്. ഈ ആപ്പിൾ ഷേക്കിന് ഇത്ര ടേസ്റ്റ് കൂടാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ഇതിൽ കുറച്ച് ഒരു സ്മോൾ പാർട്ടില് എന്ത് ചെയ്യുന്നുണ്ട്? ഡേറ്റ്സും കൂടി. ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈത്തപ്പഴം. ഈത്തപ്പഴം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? മൂപ്പര ആഡ് ചെയ്യുന്നുണ്ട്. മൂപ്പരുടെ സീക്രട്ട് ആണ്, ആരോടും പറയുന്നത്. അപ്പോ ശ്രദ്ധിക്കുക. അപ്പോ 150 രൂപയാണ് പ്രൈസ്, അല്ലെ? ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് മുമ്പ്, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കോസ്റ്റ് ഒക്കെ അസർട്ടൈൻ ചെയ്യും, അല്ലെ? ഇത് ഉണ്ടാക്കാൻ ഇത്ര ചെലവ് വരും, അല്ലെ? പ്ലസ് അതിന്റെ പ്രോഫിറ്റ് ഒക്കെ കൂട്ടിയിട്ട് 150 രൂപയ്ക്ക് തരാന്ന് പറയാം. ഓക്കെ, റീറ്റെയിലർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർഡർ തരുന്നു. നമുക്ക് ഓർഡർ തരുന്നു 1000 ബോട്ടിൽ വേണം. എത്ര ബോട്ടിൽ വേണം? 1000 ബോട്ടിൽ വേണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഈ കോസ്റ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 1 ലിറ്റർ എന്ന് പറഞ്ഞാല് ഒരു ബോട്ടില്, അല്ലെ? ഒരു ബോട്ടില്. ഓക്കെ, നമുക്ക് എത്ര എത്ര ബോട്ടിൽ ഉണ്ടാക്കണം? 1000 ബോട്ടിൽ ഉണ്ടാക്കണം. 1000 ബോട്ടിൽ ഔട്ട്പുട്ട്, അല്ലെ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? യൂണിറ്റ് എന്ന് പറയാം, അല്ലെ? ഔട്ട്പുട്ട്, അല്ലെ? ഔട്ട്പുട്ട്. 1000 ബോട്ടിൽ ഉണ്ടാക്കണം. അപ്പൊ ഒരു ബോട്ടിൽ ഉണ്ടാക്കാൻ വരുന്ന പെർ യൂണിറ്റ് കോസ്റ്റ് ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവിടെ എഴുതാൻ പോകുന്നത്. അപ്പോ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് വരുന്നത് 70 രൂപയാണ്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിട്ട്, ഇതൊക്കെ നിങ്ങൾ കോസ്റ്റിംഗ് പഠിച്ചിട്ടുള്ളതായിരിക്കും. ഞാൻ എനിക്ക് എല്ലാം പറയാൻ പറ്റില്ല, ഇത് കണക്ട് ചെയ്തിട്ടല്ലേ വരുന്നത്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ കോസ്റ്റിംഗില് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ലേബർ കോസ്റ്റ് വരുന്നത് 30ഉം, ഓവർ ഹെഡ്സ് ഫിക്സ്ഡും ഉണ്ടാവും, വേരിയബിൾ ഉണ്ടാവും. ഇൻഡയറക്ട് എക്സ്പെൻസ്, അല്ലെ? ഓവർ ഹെഡ്സ് വരുന്നത് 30 രൂപയും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് കോസ്റ്റ് എത്ര വന്നത്? 70, 30, 30 എത്ര വന്നു? 130, അല്ലെ? യെസ്, ഇതാണ് കോസ്റ്റ്. അപ്പൊ പ്രോഫിറ്റ് എത്രയായിരിക്കും ചാർജ് ചെയ്തിട്ടുണ്ടാവുക? ഒരു 20 രൂപ പ്രോഫിറ്റ്. അങ്ങനെയാണ് സെയിൽ പ്രൈസ് എത്രയായിട്ട് മാറിയത്? 150 രൂപ സെയിൽ പ്രൈസ് ആയിട്ട് മാറിയത്. ഓക്കെ അല്ലേ? ഇത് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അസർട്ടൈൻ ചെയ്തതാണ്. പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. ഇതെങ്ങനെയാണ് സാറേ നമുക്ക് ഇത്രയും ഉറപ്പ് പറയാൻ പറ്റുക? നമുക്ക് കോസ്റ്റ് 130 രൂപയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ രീതിയിൽ നമുക്ക് നമുക്കൊരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സ്റ്റോർ റൂം, അല്ല വെയർ ഹൗസ്, അല്ലെ? ഇങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും ഈ പ്രൊഡക്ഷൻ യൂണിറ്റിന്. അപ്പോ നമ്മള് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി വരുന്ന ഇൻഗ്രീഡിയന്റ്, ഇപ്പൊ ആപ്പിൾ ഷേക്കിന് വേണ്ടി വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്താണ്? 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞേ. 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞേ. ആപ്പിളും ആപ്പിളും അതുപോലെ തന്നെ എന്താണ്? ഡേറ്റ്സും ആണ്, അല്ലെ? ഈത്തപ്പഴമാണ്. ആപ്പിളും വേണം, ഡേറ്റ്സും വേണം. അപ്പോ ഈ ആപ്പിളും ഡേറ്റ്സും ഒക്കെ മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു സപ്ലൈസ് ഉണ്ടാവില്ലേ? നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സോറി, ഞങ്ങളൊരു പ്രൊഡക്ഷൻ ഫേം ആണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ആപ്പിളും കാര്യങ്ങളൊക്കെ വേണ്ടി വരും, ഡേറ്റ്സും വേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൊട്ടേഷൻ കൊടുക്കും, അല്ലെ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? കൊട്ടേഷൻ കൊടുക്കും. കൊട്ടേഷൻ കൊടുക്കും. എങ്ങനെ കൊട്ടേഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് മാർക്കറ്റില് കുറെ സപ്ലൈയേഴ്സ് ഉണ്ടാവും. ആപ്പിൾ തരുന്ന അല്ലെങ്കിൽ ഈത്തപ്പഴം തരുന്ന കുറെ സപ്ലൈയേഴ്സ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അവരെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പലർക്കും നമുക്ക് എന്ത് ചെയ്യും? കൊട്ടേഷൻ കൊടുക്കും. എന്നിട്ട് അതിൽ ഏറ്റവും റീസണബിൾ കോസ്റ്റ് ആയിട്ടുള്ള, അതായത് ചെലവ് വളരെ വളരെ ചീപ്പ് റേറ്റിന് വാങ്ങിച്ചാൽ ശരിയാവില്ല, കാരണം ക്വാളിറ്റിയിൽ അത് എന്ത് ചെയ്യും? ബാധിക്കും. അപ്പോൾ മുൻകൂട്ടി നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? കൊട്ടേഷൻ കൊടുക്കും. എന്ത് ചെയ്യും? ക്വാളിറ്റി ഉള്ള ആപ്പിളും ഡേറ്റ്സും റീസണബിൾ റേറ്റിന് നമ്മൾ എന്ത് ചെയ്യും? മുൻകൂട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇത്ര പൈസക്ക് തരണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്കറിയാലോ നമുക്ക് കിട്ടാൻ പോകുന്ന എത്ര രൂപയ്ക്കാണ് ആപ്പിൾ കിട്ടാൻ പോകുന്നതും എത്ര രൂപയ്ക്കാണ് ഈത്തപ്പഴം കിട്ടാൻ പോകുന്നതും നമുക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇതൊന്നും കാണാണ്ട് പെട്ടെന്ന് തന്നെ എടുത്ത് ഇടിപിടിന്ന് ചെയ്യുന്നൊന്നുമല്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റോ മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടി നമ്മൾ കൊട്ടേഷൻ കൊടുക്കും. ഏറ്റവും ക്വാളിറ്റി ഉള്ള, ഏറ്റവും റീസണബിൾ റേറ്റിലുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ മുൻകൂട്ടി വാങ്ങുന്നുണ്ടാവും. അപ്പൊ നമുക്ക് തരാമെന്നും പറഞ്ഞിട്ടുമുണ്ട്.
ഓക്കെ. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1000 ബോട്ടിലല്ല ഉണ്ടാക്കേണ്ടത്, 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 600 kg ആപ്പിളും വേണം, 400 kg ഡേറ്റ്സും വേണം. ആപ്പിൾ കൂടുതലും ഡേറ്റ്സ് കുറവും. അതായത് 60% ആപ്പിളും 40% ഈത്തപ്പഴവും. മനസ്സിലായില്ലേ? അതായത് മൊത്തം കിലോന്റെ 1000 ബോട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ എത്ര 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1000 kg തന്നെ വേണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു 1000 kg 600 kg ആപ്പിളും 400 kg ഡേറ്റ്സും. സംശയമൊന്നുമില്ലല്ലോ? പെർഫെക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോ നമ്മള് ഈ മുൻകൂട്ടി പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, നമുക്ക് തരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു പ്രൈസ് ഇല്ലേ, ആ പ്രൈസ് എത്ര രൂപയ്ക്ക് തരാന്നാ പറഞ്ഞത്? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിള് 50 രൂപയ്ക്കും ഡേറ്റ്സ് 100 രൂപയ്ക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര വരും? മൊത്തം കോസ്റ്റ് ഇവിടെ 30,000 വരും, ഇവിടെ 40,000 വരും. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 70,000 രൂപ അല്ലേ? അതായത് 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 1000 കിലോ വേണം. അതിൽ 600 കിലോ ആപ്പിളും ഡേറ്റ്സ് 400 കിലോ. ഇങ്ങനെയാണ് എന്ത് ചെയ്യാറ്? ജ്യൂസ് ഉണ്ടാക്കാറ് ഈ മെഷറിൽ. അപ്പോ 600 കിലോ ആപ്പിൾ, 1 കിലോ ആപ്പിളിന്റെ വില എത്രയാണ്? റുപ്പീസ് എത്ര രൂപയ്ക്കാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്? 50 രൂപയ്ക്കും. ഇത് എത്രയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്? 100 രൂപയ്ക്കും. ഡേറ്റ്സ് ഈത്തപ്പഴത്തിന് 100 രൂപയ്ക്ക് എവിടെന്നാ സാറേ ഈത്തപ്പഴം കിട്ടാന്നുള്ളത് കഥയിൽ ചോദ്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. ജസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ മൊത്തം ആപ്പിളിന് വേണ്ടി വരുന്ന 600 കിലോക്ക് വേണ്ടി വരുന്ന കോസ്റ്റ് 30,000, ഡേറ്റ്സിന് വേണ്ടി വരുന്ന കോസ്റ്റ് 40,000, മൊത്തം 70,000 രൂപയാണ് ചെലവ് വരുന്നത്. സംശയമൊന്നുമില്ലല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തം ചെലവ് റോ മെറ്റീരിയൽ കോസ്റ്റ് 4000 യൂണിറ്റ്സ് അല്ലെങ്കിൽ 1000 ബോട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന റോ മെറ്റീരിയൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 70,000 രൂപയാണ്. ഇതിൽ സംശയമൊന്നുമില്ലല്ലോ? അപ്പൊ പെർ യൂണിറ്റ് കോസ്റ്റോ ഡിവൈഡ് ബൈ 1000, അപ്പൊ എത്ര വരും? 70 പെർ യൂണിറ്റ്. സംശയമൊന്നുമില്ലല്ലോ? അങ്ങനെയാണ് ഈ 70 വന്നിട്ടുള്ളത്. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ? ഞാൻ ഒന്നും കൂടി ഈ എക്സാമ്പിള് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്ക. ഒന്ന് പോസ് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഏത് നോട്ട് ചെയ്ത് വെക്കണം? ഈ ഫുള്ള് കഥയും നോട്ട് ചെയ്ത് വെക്കണം. ഇത് നോട്ട് ചെയ്ത് വെക്കുക, പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എഴുതണം കേട്ടോ, എഴുതണം. ഇതും ഇതും നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായില്ലേ? അപ്പൊ 70 രൂപ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന റോ മെറ്റീരിയൽ കോസ്റ്റ് 70 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ആപ്പിൾ വേണം, ഡേറ്റ്സും വേണം. 600 കിലോ ആപ്പിളും 400 കിലോ ഈത്തപ്പഴവും. അതില് ആപ്പിളിന്റെ വില നമ്മൾ മുൻകൂട്ടി കണ്ടിരിക്കുന്നത് എത്രയാണ്? 50 രൂപയാണ് നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുള്ളത് ആര്? സപ്ലയേഴ്സ്. പിന്നെ ഡേറ്റ്സിന്റെ വില 100 രൂപ. അങ്ങനെ മൊത്തം 70 രൂപ ഒരു യൂണിറ്റ്. ഓക്കെ. പക്ഷേ പ്രൊഡക്ഷൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ 1000 യൂണിറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിന്റെ ചെലവ് ഞാൻ നോക്കിയപ്പോ 140 രൂപ വന്നു. സംഭവിക്കാം അല്ലേ? ഇതിപ്പോ നമ്മൾ മുൻകൂട്ടി കണ്ടത്, അല്ലെങ്കിൽ 150 രൂപ വരണ്ടായിരുന്നു, അല്ല സോറി 130 രൂപ കോസ്റ്റ് വരണമായിരുന്നു അല്ലേ? ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 130 വരേണ്ട സ്ഥാനത്ത് വന്നത് 140. സംഭവിക്കാം അല്ലേ? സംഭവിക്കാം അല്ലേ? നമ്മൾ മുൻകൂട്ടിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 160 രൂപ ആക്കാൻ പറ്റില്ല. സെയിൽ പ്രൈസ് എന്ത് ചെയ്യാൻ പറ്റില്ല? കൂട്ടാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈസ് റീറ്റെയിലേഴ്സിന് 150 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ കൊക്കക്കോള ഉണ്ടാക്കുന്ന കമ്പനി അല്ലെങ്കിൽ പെപ്സി, ഇതൊക്കെ 40 രൂപയ്ക്ക് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി എന്ന് വെച്ചിട്ട് 40 രൂപ എന്നുള്ളത് 50 രൂപ ആക്കാൻ പറ്റുമോ? ഇല്ല. 50 രൂപ ആക്കി കഴിഞ്ഞാലോ അത് മാറ്റിയിട്ട് ഇപ്പൊ കൊക്കക്കോളയുടെ വില 40ഉം പെപ്സിയുടെ വില 40ഉം, കൊക്കക്കോളയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി, വൺസ് കൂടാം. കാരണം ഇൻഎഫിഷ്യൻസി കൊണ്ട് കൂടാം, പല കാരണം കൊണ്ടും കൂടാം അല്ലേ? അപ്പോ കോസ്റ്റ് കൂടിയാല് കൊക്കക്കോള 40 രൂപയ്ക്ക് കൊടുക്കുന്ന കൊക്കക്കോള 50 ആക്കിയാൽ എന്തുണ്ടാവുക? ആ കൊക്കക്കോള കുടിക്കാണ്ട് 10 രൂപയുടെ ലാഭം നോക്കിയിട്ട് ആരും പെപ്സി കുടിക്കാൻ നോക്കുക. അപ്പൊ പെപ്സിക്ക് അഡ്വാൻറ്റേജ്. അപ്പൊ പ്രൈസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? കൂട്ടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പ്രോഫിറ്റ് കുറയ്ക്കേണ്ടി വരും, പ്രോഫിറ്റ് എന്ത് ചെയ്യേണ്ടി വരും? സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ 150 രൂപയ്ക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ലോസ് വരുന്നില്ലേ? ഇവിടെ നമുക്ക് 10 രൂപ ലോസ് വരുന്നില്ലേ? എന്തുകൊണ്ടാ? സെയിൽ പറഞ്ഞിട്ടാണോ ലോസ് വരുന്നത്? ഒരിക്കലല്ല. എന്തുകൊണ്ടാണ്? കയ്യിലിരിപ്പോണ്ടാണ്. അതായത് കോസ്റ്റ് ശ്രദ്ധിക്കണമായിരുന്നു. കോസ്റ്റ് അസർട്ടൈൻ ചെയ്തതിന്റെ പ്രശ്നമാണോ? ഒരിക്കലും അല്ല. ഇതിന്റെ പ്രശ്നമാണോ? ഇത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്തപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതാണോ? ഒരിക്കലും അല്ല. ഇതാണ് വരേണ്ടിയിരുന്നത്. 130 രൂപയുടെ കോസ്റ്റ് ആണ് വരേണ്ടിയിരുന്നത്. നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്തത് ഒന്നും മിസ്റ്റേക്ക് വന്നതല്ല. മനസ്സിലായില്ലേ? 130 വരേണ്ട സ്ഥാനത്ത് 140 വന്നു. കോസ്റ്റ് കൂടി. അതിന്റെ റീസൺ എന്തായിരിക്കും? ഓവർ ഹെഡ് കോസ്റ്റ് കൂടിയതായിരിക്കും. അല്ല, ഓവർ ഹെഡ് കോസ്റ്റ് കൂടിയിട്ടില്ല. ഞാനല്ല എക്സാമ്പിൾ ഇടുന്നേ. മനസ്സിലായില്ലേ?
ഈ എക്സാമ്പിളില് നമുക്ക് മൂന്നും പഠിക്കാനുണ്ട്, മൂന്നല്ല നാലും പഠിക്കാനുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, ലാബർ കോസ്റ്റ് വേരിയൻസ്, ഓവർ ഹെഡിലെ വേരിയബിളും ഫിക്സഡും പഠിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, 70 വരേണ്ട സ്ഥാനത്ത് 80 വന്നു. ബാക്കി കോസ്റ്റ് ഒന്നും ചേഞ്ച് ഇല്ല. ഇവിടെ 140 വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് 70 വരേണ്ട സാധനം 70 വരേണ്ടടുത്ത് 80 വന്നു. ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് 10 രൂപ കൂടി. ഇപ്പൊ മൊത്തം കൂടിയത് എത്രയായിരിക്കും? 10,000 രൂപയായിരിക്കും കൂടിയിട്ടുണ്ടാവാം. മനസ്സിലാവുന്നുണ്ടോ? സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇതാണ് ആക്ച്വലി വന്ന കോസ്റ്റ് അല്ലെ? ഇതാണ് ആക്ച്വൽ. അപ്പൊ ഇതെന്തായിരിക്കും? ഇതിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയാം. അതായത് 1000 ബോട്ടിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ഉണ്ടാക്കാൻ വരേണ്ട മെറ്റീരിയൽ കോസ്റ്റ് 70 ആയിരുന്നു, പക്ഷെ ആക്ച്വലി വന്നതോ 80. ഓക്കെ, ഒരു ബോട്ടിൽ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വരേണ്ട മെറ്റീരിയൽ കോസ്റ്റ് 70 ആയിരുന്നു, പക്ഷെ ആക്ച്വലി വന്നതോ 80. വരണ്ടിയിരുന്നത് 70 ആയിരുന്നു, വന്നതോ 80. മനസ്സിലായില്ലേ? അപ്പോ 10 രൂപ കൂടിയത് എന്തുകൊണ്ടാണ്? ഇപ്പോ ഒരു എക്സാമ്പിൾ പറയട്ടെ. അല്ല, ഈ എക്സാമ്പിൾ നോക്കൂ. കോസ്റ്റ് 130 എന്നുള്ളത് 140 ആയില്ലേ? 10 രൂപ കൂടിയില്ലേ? എന്തുകൊണ്ടാണ്? ഓവർ ഹെഡ് കൂടിയതാണോ? അല്ല. ലേബർ കോസ്റ്റ് കൂടിയതാണോ? അല്ല. എങ്ങനെയാണ്? മെറ്റീരിയൽ കോസ്റ്റ് കൂടിയതാണോ? ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 70 വരേണ്ട സ്ഥാനത്ത് 80 വന്നു. 10 രൂപ കൂടിയോണ്ടല്ലേ? അപ്പോ 70 ആണ് വരേണ്ടിയിരുന്നത്. അതിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയാം. ആക്ച്വലി വന്നത് 80 രൂപയാണ്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോ എന്റെ ഒരു സംശയമാണ്, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വരേണ്ടിയിരുന്നത്. ആക്ച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി വന്നത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡും ബഡ്ജറ്റും ഒന്നാണോ? എന്റെ ചോദ്യമാണ്. അല്ലെ, ഈ ഒറ്റ സാധനം കിട്ടിക്കഴിഞ്ഞാലേ ഒരിക്കലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ തെറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഒരിക്കലും തെറ്റില്ല. ക്വസ്റ്റ്യൻ തെറ്റില്ല, അല്ല ആൻസർ തെറ്റില്ല. ക്വസ്റ്റ്യൻ എന്തായാലും തെറ്റുണ്ടാവും. ഐ മീൻ അങ്ങനെയല്ല, റയർ ആയിട്ട് ചില എക്സാമില് ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് വരാറുണ്ട്. ഇപ്പോ അങ്ങനെയില്ല. ഇപ്പോ കറക്റ്റ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇപ്പോ നന്നായി സിലബസും. ഞാൻ CMA-കാരെ കാര്യമായിട്ടോ പറയുന്നത്. CA-കാര് അധികം തെറ്റുകളൊന്നും വരാറില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ നിങ്ങളുടെ ആൻസർ ഒരിക്കലും തെറ്റില്ല ഈ കോൺസെപ്റ്റ് കിട്ടിയിട്ടിയാല്. സ്റ്റാൻഡേർഡും ബഡ്ജറ്റും ഒന്നാണോ? സ്റ്റാൻഡേർഡ്, അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? വരേണ്ടിയിരുന്നത്. അത് വരണമായിരുന്നു. വരേണ്ടിയിരുന്ന കോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയാം. അല്ല, വരേണ്ടിയിരുന്ന സംഭവത്തിനെയാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയാം. വരേണ്ടിയിരുന്നത്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാലോ അതും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെയല്ലേ? അപ്പൊ സ്റ്റാൻഡേർഡും ബഡ്ജറ്റും ഒന്നാണോ? ഒന്നാണെന്നും പറയാം, എന്നാലോ ഒന്നല്ല എന്നും പറയാം. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റും, അതായത് മെറ്റീരിയൽ കോസ്റ്റിന്റെ കാര്യമായിട്ടോ പറയുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഇവിടെ നോക്കാം. ഇവിടെ ഞാൻ മെറ്റീരിയൽ കോസ്റ്റിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. മെറ്റീരിയൽ കോസ്റ്റ്, ഓക്കെ, മെറ്റീരിയൽ കോസ്റ്റിന്റെ കാര്യം മാത്രമാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റും ബഡ്ജറ്റഡ് കോസ്റ്റ് പെർ യൂണിറ്റും ഒന്നാണ്. ബഡ്ജറ്റഡ് കോസ്റ്റ് പെർ യൂണിറ്റും ഒന്നാണ്. മനസ്സിലായില്ലേ? അതായത് രണ്ടും 70 തന്നെയാണ്. അതായത് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വരേണ്ടിയിരുന്നത് 70 ആയിരുന്നു. അത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാലും ബഡ്ജറ്റ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പൊ എപ്പോഴാണ് സാറേ മാറ്റം വരാ? ടോട്ടൽ വാല്യൂയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ടോട്ടലിലേക്ക് വരുമ്പോൾ, ടോട്ടൽ വാല്യൂയിലേക്ക് വരുമ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാലും ബഡ്ജറ്റ് എന്ന് പറഞ്ഞാലും എന്താണ്? ഡിഫറെന്റ് ആണ്. വിച്ച് മീൻസ് നമ്മള് എത്ര യൂണിറ്റ് ഉണ്ടാക്കും എന്നാണ്? ഒരു മിനിറ്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആക്ച്വൽ യൂണിറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 1000 യൂണിറ്റ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ലേ? അതായത് നമ്മൾ ഇവിടെ റീറ്റെയിലേഴ്സിനോട് ഓർഡർ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 1200 ഓർഡർ അവർ തരുന്ന. നമ്മൾ ബഡ്ജറ്റ് ചെയ്തത് ബഡ്ജറ്റഡ് യൂണിറ്റ് എന്ന് പറയുന്നത് 1200 തരുന്നായിരുന്നു. 1200 യൂണിറ്റ് തരുന്നായിരുന്നു. പക്ഷെ ആക്ച്വലി തന്നത് എത്രയാ? 1000 യൂണിറ്റ് ആണ്. അപ്പൊ 1200 തരുന്ന നമ്മൾ വിചാരിച്ചു. അപ്പൊ 1000 ആണ് ആക്ച്വലി തന്നിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ടോട്ടൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് അല്ലെങ്കിൽ
ടോട്ടൽ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റിനെ പറ്റിയിട്ടാണോ പറയുന്നത്? മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ ഞാൻ എക്സ്പെക്ട് ചെയ്തത് 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ ഞാൻ എക്സ്പെക്ട് ചെയ്തത് 70 രൂപയാണ്. ഓക്കെ, 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ ഞാൻ എക്സ്പെക്ട് ചെയ്തത് 70 രൂപയാണ്. 70,000 രൂപയാണ് വരേണ്ടിയിരുന്നത്. ബഡ്ജറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബഡ്ജറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടോട്ടൽ ബഡ്ജറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1200 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരേണ്ടിയിരുന്നത് എത്ര രൂപയാണ്? 1200 ഇൻറ്റു 70 84,000 രൂപയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, ബഡ്ജറ്റഡ് കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ടോട്ടൽ വാല്യൂലേക്ക് വരുമ്പോൾ ആക്ച്വൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് എന്ത്? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റാൻഡേർഡ് ആക്ച്വലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? സ്റ്റാൻഡേർഡ് കണക്ട് ചെയ്യുന്നത് ആക്ച്വൽ യൂണിറ്റുമായിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് 1000 യൂണിറ്റ് ആണ് ശരിക്കും നിങ്ങൾ ഉണ്ടാക്കിയത്. 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ 70,000 രൂപ വരണമായിരുന്നു. മനസ്സിലായില്ലേ? അതായത് ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വന്ന കോസ്റ്റ് എത്രയാണ്? നിങ്ങൾ നോക്കിയേ, 1000 ഉണ്ടാക്കി 80 രൂപയല്ലേ ഒരു കോസ്റ്റ് വന്നപ്പോ 80,000 രൂപയല്ലേ വന്നത്? അല്ലേ? ഇതല്ലേ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ 10,000 രൂപ എക്സ്ട്രാ വന്നത്? ഇതല്ലേ എക്സ്ട്രാ കോസ്റ്റ് വന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഇതും കമ്പയർ ചെയ്യണം. അതായത് 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ, ശ്രദ്ധിച്ചേ, 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരേണ്ടിയിരുന്ന കോസ്റ്റ് 70,000-ഉം വരേണ്ടിയിരുന്ന കോസ്റ്റ്, അതായത് നമ്മൾ വിചാരിച്ച കോസ്റ്റ് 1000 യൂണിറ്റ് ആക്ച്വലി ഉണ്ടാക്കിയപ്പോൾ വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത കോസ്റ്റ് 70,000, പക്ഷെ ആക്ച്വലി വന്ന കോസ്റ്റ് 80,000. ഇങ്ങനെയല്ലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ബഡ്ജറ്റ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? 1000 യൂണിറ്റ് ആണ് ആക്ച്വലി ഉണ്ടാക്കിയത്. ഇത് 1200 യൂണിറ്റിന്റെ കോസ്റ്റ്. ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്റ്റാൻഡേർഡും ബഡ്ജറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? സ്റ്റാൻഡേർഡും ബഡ്ജറ്റും പെർ യൂണിറ്റ് കോസ്റ്റ് രണ്ടും, ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്നത്, നമ്മൾ സ്റ്റാൻഡേർഡ് ചെയ്യുന്നത്, അല്ലെ, രണ്ടും ഒന്നാണ്. പെർ യൂണിറ്റില് ടോട്ടൽ വാല്യൂലേക്ക് വരുമ്പോൾ ആക്ച്വലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് എന്ത്? ആക്ച്വൽ യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് സംസാരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? പക്കയല്ലേ? ആക്ച്വലുമായിട്ട് സംസാരിക്കുന്നതാണ്, അല്ലെങ്കിൽ ആക്ച്വൽ യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയാ. പെർഫെക്റ്റ്. ഓക്കെ, എഴുതിയെടുത്തോളൂ. ഇതെങ്ങനെ എഴുതിയെടുക്കാൻ നിങ്ങൾ പോകണതാ? ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാ? അത് കളയാ, അല്ലെ? എഴുതിയെടുക്കുക, ബുക്ക് എടുത്തിട്ട് എഴുതിയെടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാലും സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റിലും ബഡ്ജറ്റഡ് കോസ്റ്റ് പെർ യൂണിറ്റിലും സെയിം ആയിരിക്കും. ഇത് ഒരിക്കലും മറക്കരുത്, ഒരിക്കലും തെറ്റില്ല. വരും ക്ലാസ്സുകളിലൊക്കെ ഇതും കണക്ട് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാലും ബഡ്ജറ്റഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും. ടോട്ടൽ വാല്യൂക്ക് വരുമ്പോൾ ആക്ച്വൽ യൂണിറ്റ് ഇൻറ്റു ബഡ്ജറ്റഡ് കോസ്റ്റ് പെർ യൂണിറ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റും ഒന്നാണ്, അല്ലെ? ടോട്ടൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ആക്ച്വൽ യൂണിറ്റ് ഇൻറ്റു ബഡ്ജറ്റഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാലും സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാലും ഒന്നാണ്, അല്ലേ? അതെന്താ? സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റും ബഡ്ജറ്റഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഒന്നല്ലേ? 70 അല്ലേ? അപ്പൊ ആക്ച്വൽ യൂണിറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാലും ബഡ്ജറ്റഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാലും 70 തന്നെയല്ലേ? അപ്പോ ടോട്ടൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാണാനുള്ള ഫോർമുല ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ കോൺസെപ്റ്റ് എന്ത് ചെയ്യുക? ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? അപ്പോ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാലേ, നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് 10 രൂപ കൂടിയില്ലേ, 10,000 രൂപ കൂടിയില്ലേ, 70 വരേണ്ടിയിരുന്നത്. അത് നമ്മൾ 70 എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഊഹിച്ചുണ്ടാക്കിയതൊന്നും അല്ല. പ്രീവിയസ് ഇയർ ഡാറ്റ നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ ഏകദേശം നമുക്ക് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ് 70 വരേണ്ടിയിരുന്നത്. പക്ഷെ 80 വന്നു. എന്തുകൊണ്ട്? ഇവിടെ 70 വരും എന്ന് വിചാരിച്ച് നമ്മൾ ഊഹിച്ചതല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഊഹിച്ചതല്ല. നമുക്കത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ എന്നോട് ഒരു സപ്ലയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര രൂപയ്ക്ക് സാധനം തരാന്ന്?
50 രൂപയ്ക്ക് ആപ്പിളും 1 കിലോ ആപ്പിളും 100 രൂപയ്ക്ക് ഡേറ്റ്സും തരാന്ന് പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് 70 രൂപ വരും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് എഴുതിയിട്ടുള്ളത്. പക്ഷേ 80 രൂപ വന്നു. വരാനുണ്ടായ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് 10 രൂപ കൂടിയത്, എന്തുകൊണ്ടാണ് 10,000 രൂപ കൂടിയത്, അതിന്റെ റീസൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ റീസൺ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിനെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് 10,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഉണ്ടായി. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് അനലൈസിസ് എന്നും കൂടി സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിന് ഒരു പേരുണ്ട്, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. അതായത് 10,000 രൂപ മെറ്റീരിയൽ കോസ്റ്റ് കൂടാനുണ്ടായ റീസൺ എന്താണ്? വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്. 10,000 രൂപയുടെ ഡിഫറൻസ് അല്ലേ വന്നത്. അതിന്റെ റീസൺ 2 ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. 2 ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ചാൽ മതി. 2 ഡിപ്പാർട്ട്മെന്റ് കാരണമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ 10,000 രൂപ കൂടിയിട്ടുണ്ടാവുക. ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, മനസ്സിലാവുന്നുണ്ടോ? മറ്റേത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇവരെ അറിയാതെ ഒരിക്കലും ഈ 10,000 രൂപ എന്ത് ചെയ്യില്ല, കൂടില്ല. ഒന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും മറ്റൊന്ന് എന്താണ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും. ഓക്കെ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും മറ്റൊന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും. ഒന്നില്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് ഇൻഎഫിഷ്യൻസി ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ഇൻഎഫിഷ്യൻസി ഉണ്ട്. ഇതിന്റെ ഏതെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും നിങ്ങളുടെ 10,000 രൂപ കൂടി ഉണ്ടാവുക. അതാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഡേറ്റ്സ്, ഈത്തപ്പഴേ ഡേറ്റ്സ് 100 രൂപയ്ക്ക് വാങ്ങേണ്ട ഈത്തപ്പഴം വാങ്ങിച്ചത് 125 രൂപയ്ക്കാ. എന്താ സാറേ, 100 രൂപയ്ക്കല്ലേ വാങ്ങാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് 125 രൂപ ആയത്? റീസൺസ് ഒരുപാടുണ്ട്, ഞാൻ പ്രൂഫ് ഒക്കെ കാണിച്ചു തരാം, അത് അവിടെ നിൽക്കട്ടെ. 100 രൂപയ്ക്ക് വാങ്ങേണ്ട സാധനം 125 രൂപയ്ക്ക് വാങ്ങി. അത് ആര് കാരണമാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കാരണമാണ്. എന്തുകൊണ്ടായിരിക്കും റീസൺ? ശരിക്കും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. എങ്ങനെ കൊട്ടേഷൻ ശരിക്കും കൊടുത്തിട്ടുണ്ടാവില്ല, കൊട്ടേഷൻ ശരിക്കും നോക്കി കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ 100 രൂപയ്ക്ക് സപ്ലയർ തരാൻ റെഡി ആയിരുന്നു. ആ സപ്ലയറിനെ കാണാതെ 125 രൂപയ്ക്ക് ഏതോ വേറെ ആരോ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും. ചിലപ്പോ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവേ, മനസ്സിലായില്ലേ? ചിലപ്പോ വല്ല ബന്ധത്തിലുള്ള ആരെങ്കിലും ഈത്തപ്പഴം വിൽക്കുന്നുണ്ടാവേ. ഇപ്പൊ 100 രൂപയ്ക്ക് വാങ്ങിയിരുന്ന ഒരാളുണ്ടായിരുന്നു, അയാളുടെ അടുത്ത് നിന്ന് വാങ്ങാതെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ പുതിയൊരു മാനേജർ, പർച്ചേസ് മാനേജർ വന്നപ്പോ പുതിയൊരു മാനേജർ ചിലപ്പോ എന്ത് ചെയ്യും, ബന്ധക്കാരാണ് സ്വന്തക്കാരാന്ന് പറഞ്ഞിട്ട് ചിലപ്പോ വേറെ ആൾക്കാരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയും 125 ആയിക്കൂടെ? പല രീതിയിലാക്കാം. പക്ഷെ അതിനുള്ള പണിഷ്മെന്റ് കോസ്റ്റ് അക്കൗണ്ടൻസ് നിങ്ങൾ കൊടുത്തിരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് ആക്ച്വലി നടന്നതാണ് കേട്ടോ. അപ്പോ 100 രൂപയുടെ സാധനം 125 രൂപയായിട്ട് മാറി. അപ്പൊ 25 രൂപയുടെ ചെലവ് കൂടിയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആപ്പിള് പ്രൈസ് അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് 10,000 രൂപ കൂടാൻ, മെറ്റീരിയൽ കോസ്റ്റ് 10,000 രൂപ കൂടാനുണ്ടായ റീസൺസ് 2 പേരായിരിക്കും. ഒന്നില്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ശരിക്കുള്ള റേറ്റിന്, റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് വാങ്ങാത്തതുകൊണ്ടല്ലേ, റേറ്റുമായി ബന്ധപ്പെട്ടിട്ട്, റേറ്റ് കൂടുതലുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന റീസൺസ് ഒക്കെ ആരുടെ ഭാഗത്തു നിന്ന് വരുന്നതാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് ഇൻഎഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ്. അപ്പൊ ആപ്പിൾ എത്ര രൂപയ്ക്കാണ് വാങ്ങേണ്ടത്? 50 രൂപയ്ക്കല്ലേ വാങ്ങേണ്ടത്? 50 രൂപയ്ക്ക് തന്നെ വാങ്ങിച്ചിട്ടില്ലേ? അപ്പൊ there is no variance, നിൽ, ഒരു പ്രശ്നവും ഇല്ല ഇവിടെ, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഡേറ്റ്സ്, ഈത്തപ്പഴം ശ്രദ്ധിക്കണമായിരുന്നു. 100 രൂപയ്ക്ക് വാങ്ങേണ്ട സാധനം വാങ്ങിച്ചിട്ടുള്ളത് 125 രൂപയ്ക്കാ. 1 കിലോത്തിന് 25 രൂപ കൂടിയില്ലേ? ആക്ച്വലി നിങ്ങൾ എത്ര യൂണിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്? എത്ര ഈത്തപ്പഴം ആക്ച്വലി വാങ്ങിച്ചിട്ടുള്ളത് എത്രയാണ്? ആക്ച്വലി എത്രയാണ് വാങ്ങേണ്ടിയിരുന്നത് അത് തന്നെ വാങ്ങിച്ചിട്ടുള്ളത്. ഈത്തപ്പഴം 400 കിലോ അല്ലേ വാങ്ങേണ്ടിയിരുന്നത്, ആ 400 തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ. അതായത് ഇവിടെ യൂണിറ്റ്, കിലോഗ്രാം, യൂണിറ്റ് അല്ല കിലോഗ്രാം, റോ മെറ്റീരിയലിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പ്രൈസ് മാത്രമാണ് കൂടിയിട്ടുള്ളത്. 400 ആണ് വാങ്ങേണ്ടിയിരുന്നത്. അതായത് 1000 ലിറ്റർ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി 400 ഈത്തപ്പഴം വേണ്ടേ? 1000 ലിറ്റർ, 1000 ബോട്ടിൽ ജ്യൂസ് ഉണ്ടാക്കാൻ 400 കിലോ ഈത്തപ്പഴം വേണ്ടേ? 400 തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷേ 25 രൂപ കൂടുതലായി. ആക്ച്വലി വാങ്ങിയിട്ടുള്ളത് 400 kg ആണ്. അപ്പൊ എത്രയാണ് 25 × 400? 10,000 രൂപ. 10,000 രൂപ കൂടിയ റീസൺ കണ്ടുപിടിച്ചു, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കാരണമാണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ഓൺലി റീസൺ ഫോർ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. പാവാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ആ മാനേജർ അങ്ങോട്ട് പിരിച്ചുവിട്ടേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ അവന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു. 10,000 രൂപയുടെ കൂടാനുണ്ടായ റീസൺ ആരാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. 10,000 രൂപ. അപ്പൊ ഇത് ഫോർമുലയ്ക്ക് വരുമ്പോ എങ്ങനെയാണ് പറയാ? സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ഇത് സ്റ്റാൻഡേർഡ് റേറ്റ്, ഇത് ആക്ച്വൽ റേറ്റ്, ഇത് ആക്ച്വൽ ക്വാണ്ടിറ്റി. മനസ്സിലായില്ലേ?
അതായത് 100 രൂപയ്ക്ക് വാങ്ങേണ്ട സാധനം 125 രൂപയ്ക്ക് വാങ്ങിച്ചു. 25 രൂപ കൂടുതൽ വന്നു അല്ലെ, ഒരു 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 യൂണിറ്റിന് 25 രൂപ കൂടുതൽ വന്നു. ആരാണ് റീസൺ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് റീസൺ അല്ലെ. 400 കിലോക്ക് അപ്പൊ 25 രൂപ 1 കിലോത്തിന് കൂടി. അപ്പൊ 400 കിലോക്ക് 10,000 രൂപ കൂടി. മനസ്സിലായില്ലേ? 10,000 രൂപ എങ്ങനെ കൂടി മനസ്സിലായില്ലേ? ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോ ആക്ച്വൽ യൂണിറ്റ് അല്ലെങ്കിൽ ആക്ച്വൽ യൂണിറ്റ് അല്ല, യൂണിറ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. ആക്ച്വൽ kg, ആക്ച്വൽ ക്വാണ്ടിറ്റി. മനസ്സിലായില്ലേ? സ്റ്റാൻഡേർഡ് റേറ്റ് 100 രൂപയ്ക്ക് വാങ്ങേണ്ട സാധനം 125 രൂപയ്ക്ക് വാങ്ങി. 100 രൂപയ്ക്ക് വാങ്ങേണ്ട സാധനം 125 രൂപയ്ക്ക് വാങ്ങി. 25 രൂപ കൂടുതൽ 1 കിലോത്തിന്. അപ്പൊ 400 കിലോ വാങ്ങിയപ്പോഴോ 10,000 രൂപ കൂടുതൽ. സിമ്പിൾ. സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റിന്റെ ആക്ച്വൽ ക്വാണ്ടിറ്റി. പക്കയല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പോ ഈ ഫോർമുല പഠിക്കണോ? പഠിച്ചേക്ക്, ആവശ്യം വരും. അപ്പോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അപ്പോ ശ്രദ്ധിക്കുക, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കേസ് നോക്കുമ്പോൾ ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു, പ്രൈസുമായി ബന്ധപ്പെട്ടിട്ട്, കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട്, റേറ്റുമായി ബന്ധപ്പെട്ടിട്ട് റീസൺ ഉണ്ടാവുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനും, ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് റീസൺ ഉണ്ടാവുന്നത് ആർക്കാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും ആയിരിക്കും. അതായത് ഡേറ്റ്സിനെ വെച്ചിട്ട് തന്നെ പറയാം. ഡേറ്റ്സേ 400 കിലോ അല്ലേ വേണ്ടിയിരുന്നത്, 400 kg വേണ്ടിയിരുന്ന സാധനത്ത് 500 kg വാങ്ങിച്ചു. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല, അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത് കേസ് 1 ആണ് കേട്ടോ. ഇത് കേസ് 2 ആണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി കേസ് 3യും കൂടി ഞാൻ പറയും, അത് കഴിഞ്ഞിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യും. അടുത്തു ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോ എങ്ങനെ പറഞ്ഞേ? 400 കിലോ വാങ്ങേണ്ട സ്ഥലത്ത് 500 kg വാങ്ങിയത്. ഈത്തപ്പഴം കൂടുതൽ ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് വരും. പറ്റില്ല. ഈത്തപ്പഴം കൂടുതൽ ഇട്ട അതൊന്നും ശരിയാവില്ല. എന്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ പ്രകാരം ജ്യൂസ് ഉണ്ടാക്കിയാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മാത്രല്ല ഇത് ഭയങ്കര ചെലവുള്ള കാര്യല്ലേ, എന്തിനാണ് വെറുതെ അല്ലെ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോ 500 kg നിങ്ങൾ യൂസ് ചെയ്തു. 400 ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് 500 ഉപയോഗിച്ചില്ലേ? എത്ര കൂടുതൽ ഉപയോഗിച്ചേ? 400 ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് 500 ഉപയോഗിച്ചു. മനസ്സിലായില്ലേ? 100 രൂപ കൂടുതൽ ഉപയോഗിച്ചില്ലേ? ഒരെണ്ണത്തിന് വരേണ്ടിയിരുന്ന കോസ്റ്റ് എത്രയാണ്? സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? 100 രൂപയല്ലേ? അങ്ങനെയാണ് 10,000 വന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണ് 400. 400 ആണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്. ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് 500. 500 ആണ് ആക്ച്വലി ഉപയോഗിച്ചത്. 100 ആണ് എക്സ്ട്രാ ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ചെയ്യേണ്ടത്. ഒരിക്കലും എന്തല്ല, ആക്ച്വൽ റേറ്റ് അല്ല. അതിന്റെ റീസൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെയാണ് 10,000 വന്നത്. മനസ്സിലായില്ലേ? അതായത് 400 കിലോ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് 500 കിലോ ഉപയോഗിച്ചു. 100 രൂപ കൂടുതൽ ഉപയോഗിച്ചു. 1 കിലോത്തിന് എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ്, നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 രൂപയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് 10,000 രൂപ വന്നത്. ഫോർമുല പഠിച്ചോ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. അപ്പൊ ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനും, സോറി, ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനാണ് പിടിക്കേണ്ടത്. ക്വാണ്ടിറ്റി കൂടുതൽ ഉപയോഗിക്കുന്ന ആരാ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും, റേറ്റുമായി ബന്ധപ്പെട്ടിട്ട്, പർച്ചേസ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനുമാണ് പണിഷ്മെന്റ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോ അടുത്ത ചോദ്യം, എന്താണ് സാർ ഇവിടെ ആക്ച്വൽ ക്വാണ്ടിറ്റി, എന്താണ് സാർ ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റ്? ഇതിനെ പറ്റിയിട്ടാണ് കേസ് 3 നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ കുറെ നേരമായില്ലേ ഈത്തപ്പഴത്തിനെ പറ്റി പിടിച്ച് സംസാരിക്കുന്നത്. ഇനി ആപ്പിളിന് കൊടുക്കാം. കേസ് 3 ആപ്പിൾ. ഇപ്പോ ഈ കേസ് 1ലും കേസ് 2ലും, കേസ് 1ൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് മാത്രമാണ് കാരണക്കാരൻ. കേസ് 1ൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് കാരണക്കാരൻ. കേസ് 2ൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് കാരണക്കാരൻ. ഇനി ചിലപ്പോൾ രണ്ടുപേരും കൂടി കാരണക്കാരാവും. അതാണ് കേസ് 3 പറയാൻ പോകുന്നത്. കേസ് 2ൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് 10,000 വന്നതിന്, കേസ് 2ൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് 10,000 വന്നതിന് റീസണബിൾ. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക. കേസ് 3 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കേസ് 3. ആപ്പിൾ ഉണ്ടല്ലോ, ആപ്പിൾ എത്ര ക്വാണ്ടിറ്റി ആയിരുന്നു വേണ്ടിയിരുന്നത്? 400 അല്ലേ? അല്ലോ, 600 അല്ലേ? തെറ്റിക്ക. പക്ഷെ 625 ഈ ഡേറ്റ്സിനെ പറ്റിയല്ല എപ്പോഴും സംസാരിക്കുന്നേ. ഇപ്പൊ ആപ്പിളിനെ പറ്റിയിട്ട് പറയാം. ക്വാണ്ടിറ്റി 600 വരേണ്ട സാധനത്ത് 625 വാങ്ങി. കൂടുതലല്ലേ വാങ്ങിയത്? പിന്നെ റേറ്റ് 50 രൂപ അല്ലേ? 64 രൂപയ്ക്ക് വാങ്ങി. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ രണ്ട് റീസൺസ് ഉണ്ട്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വാണ്ടിറ്റിയിലും ചേഞ്ച് വന്നിട്ടുണ്ട്, ഡെൽറ്റ ചേഞ്ച് ട്ടോ. അതുപോലെ തന്നെ റേറ്റിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഡെൽറ്റ. ഈ ഡെൽറ്റ ഇടുമ്പോ പുതിയൊരു ഇക്വേഷൻ ആണോ സാറേ? അല്ല, ഞാൻ ചുമ്മാ ഇട്ടതാണ്. ചേഞ്ച് ഉണ്ട്, ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് ഉണ്ട്, റേറ്റിലും ചേഞ്ച് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ രണ്ടുപേരും റീസണബിൾ ആണ്. ഐ മീൻ രണ്ടുപേരും കാരണക്കാരാണ്.
ഈ പ്രൈസ് കൂടാൻ. 10,000 കൂടാനേ രണ്ടുപേരും ഒരുപോലെ കാരണക്കാരാണ്. ഒന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, മറ്റൊന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ശ്രദ്ധിക്കുക. എന്തായിരുന്നു ഫോർമുല? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കാരണക്കാരനാവുമ്പോഴുണ്ടല്ലോ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് കാരണമാണ്? പ്രൈസ് കാരണല്ലേ. അപ്പൊ അതിനെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയും. മെറ്റീരിയലിലെ പ്രൈസ് ഉണ്ടല്ലോ വേരിയൻസ് വരാനുള്ള റീസൺ ആരാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റോ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പൊ അതിനെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറയും. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറയും. ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ യൂസ് ചെയ്യുമ്പോൾ വരുന്നതാണ് ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ. അപ്പൊ അത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് റീസൺ ആവുന്ന ആരാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും. പ്രൈസിനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ആരാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. ഇതായിരുന്നു ഫോർമുല. എന്തായിരുന്നു? റേറ്റ് അല്ലേ. സ്റ്റാൻഡേർഡ് റേറ്റ്, ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇവിടെ ഡേറ്റ്സിന് നമ്മൾ ശ്രദ്ധിക്കണ്ട. ഡേറ്റ്സ് ഒരു കാരണക്കാരനല്ലല്ലോ. ഇവിടെ ആപ്പിള് കാരണല്ലേ. അപ്പൊ ആപ്പിളിനെ മാത്രം ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഡേറ്റ്സ് ചെയ്യുന്നില്ല. ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. എന്തുകൊണ്ടാണ് സാറേ ആക്ച്വൽ റേറ്റ് ചെയ്യാത്ത സ്റ്റാൻഡേർഡ് റേറ്റ് ചെയ്യുന്നത്? ഒക്കെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. ആപ്പിളിന്റെ കേസ് മാത്രമല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന. ഡേറ്റിന് ഒരു പ്രശ്നം വന്നിട്ടില്ലല്ലോ. അപ്പൊ അവിടെ വെക്കട്ടെ. ആപ്പിള് 50 രൂപയ്ക്ക് വാങ്ങേണ്ട സാധനേ 64 രൂപയ്ക്ക് വാങ്ങി. 14 രൂപ കൂടുതലല്ലേ? ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. 14 രൂപ കൂടുതലാണ്. എത്ര ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട്? 625 ക്വാണ്ടിറ്റി വാങ്ങിയിട്ടില്ലേ? മനസ്സിലായില്ലേ? അതായത് ഏറ്റവും കൂടുതൽ പ്രൈസിൽ വേരിയൻസ് വരുമ്പോഴാണ് കൂടുതലും ഭയങ്കരമായിട്ട് എന്തുണ്ടാവുക? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേഷൻ ഉണ്ടാവുക. പ്രൈസിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് 625 രൂപ ആക്ച്വൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നത്. പൂർണ്ണ ഉത്തരവാദിത്വം റേറ്റ് കൂടാനുള്ള കംപ്ലീറ്റ് ഉത്തരവാദിത്വം ആർക്കാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനാണ്. അപ്പോ 14 ഇൻറ്റു 625 എത്ര വരും? 8,750. അപ്പോ പ്രൈസ് കൂടാനുള്ള, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ശ്രദ്ധിക്കണം, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എത്ര വേണമെങ്കിലും ഉപയോഗിച്ചോട്ടെ. പക്ഷേ പ്രൈസ് 14 രൂപ കൂടാനുള്ള കംപ്ലീറ്റ് ഉത്തരവാദിത്തം ആരുടെയാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ തലയിലുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ആക്ച്വൽ ക്വാണ്ടിറ്റി ചെയ്യുന്നത്. ഇനി ഇവിടെ 625 അല്ലേ, സോറി 600 വരേണ്ട സ്ഥാനത്ത് വന്നത് 625. സ്റ്റാൻഡേർഡ് ഇവിടെ ആക്ച്വൽ റേറ്റ് ചെയ്യണോ? ഇവിടെ 64 ആണോ ചെയ്യേണ്ടത്? വേണ്ട, ഇവിടെ 64 ചെയ്യണ്ട. കാരണം എന്താ? ഇവിടെ 25 കിലോ ആണ്, kg ആണ് കൂടുതൽ യൂസ് ചെയ്തത്. മനസ്സിലായില്ലേ? 25 കിലോ ആണ് കൂടുതൽ യൂസ് ചെയ്തത്. 1 കിലോക്ക് വേണ്ടിയിട്ട് വരുന്ന നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത, കമ്പനി മൊത്തത്തിൽ എക്സ്പെക്ട് ചെയ്തത് 50 രൂപ വരുന്നല്ലേ 1 കിലോത്തിന്. നിങ്ങൾ 64 രൂപ എഴുതാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നം കൊണ്ടാണ് 64 ആയത്, അല്ലാതെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നം കൊണ്ടല്ല. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നം കൊണ്ടാണ് 64 രൂപ ആയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്ത കുറ്റത്തിന്റെ ഇത് നിങ്ങളുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ തലയിൽ ഇടണ പോലെ അല്ലേ 64 എഴുതിയാല്. കാരണം എന്താ? 50 രൂപ ആണ് കമ്പനി മൊത്തത്തിൽ വരുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസ്. പക്ഷെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് ഇൻഎഫിഷ്യൻസി കൊണ്ടാണ് അത് 64 ആയിട്ട് മാറിയത്. അതിന്റെ ഉത്തരവാദിത്വം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കണോ? വേണ്ട. 64 എഴുതാനുള്ള കാരണം, 64 വരാനുള്ള കാരണം, പ്രൈസ് കൂടാനുള്ള കാരണം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കാരണമാണ്. മനസ്സിലായില്ലേ? അല്ലാതെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കാരണമല്ല. അപ്പൊ നിങ്ങൾ 64 എഴുതാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് നോക്കിയും കണ്ടുകൊണ്ട് പർച്ചേസ് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് 625 രൂപ ഫുൾ ഉത്തരവാദിത്തം കൊടുത്തിട്ടുള്ളത്. സോറി, രൂപയല്ല, 625 kg ഫുൾ ഉത്തരവാദിത്തം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര വരുന്നുണ്ട്? 25 ഇൻറ്റു 50 എത്ര വരുന്നുണ്ട്? 1250 രൂപ അല്ലേ? ഇതാണ് കൂടിയിട്ടുള്ള കോസ്റ്റ്. ഇത് രണ്ടെണ്ണം കൂട്ടുമ്പോൾ എത്ര വരുന്നുണ്ട്? പ്ലസ് 1750 രൂപ, 10,000 രൂപ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? കൂടുതലല്ലേ? അപ്പൊ അതിനെ അഡ്വേഴ്സ് എന്ന് പറയാം. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, പക്കയല്ലേ? ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ നിങ്ങൾ എല്ലാ കേസിലും കുറച്ചും കൂടി അഡ്വാൻസ് ലെവലായിട്ടാണ്. നിങ്ങൾക്ക് കോസ്റ്റിംഗ് ഒന്നും പഠിക്കാത്തവർക്ക് ചിലപ്പോൾ ഇത് കത്തിയിട്ടുണ്ടാവൂല. ഐ മീൻ ഈ പറയാൻ പോകുന്ന കാര്യം കത്തൂല. പറഞ്ഞുതരാം. 64 രൂപ കൂടാനുള്ള റീസൺ ആരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ചില സമയത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമായിരിക്കില്ല. നിങ്ങൾ റീഓർഡർ ലെവൽ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാല് 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ടാവും, അതുപോലെ തന്നെ വെയർ ഹൗസും ഉണ്ടാവും,
സ്റ്റോർ കീപ്പർ അല്ലെ, സ്റ്റോർ റൂം അല്ലെ, പിന്നെ എന്തുണ്ടാവും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും ഉണ്ടാവും. റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കുറച്ച് കിലോ എന്ത് ചെയ്യാതിരിക്കണം, എപ്പോഴും സ്റ്റോർ റൂമിൽ ഉണ്ടായിരിക്കണം. കുറച്ച് കിലോ സ്റ്റോർ റൂമിലുള്ളപ്പോ എന്ത് ചെയ്യണം, അടുത്ത ഓർഡർ കൊടുക്കണം. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം, പർച്ചേസ് റിക്വസിഷൻ നോട്ട് അയച്ചു കൊടുക്കണം. അപ്പോഴാണ് പർച്ചേസ് റിക്വസിഷൻ നോട്ട് കിട്ടുമ്പോഴാണ് ആക്ച്വലി എന്ത് ചെയ്യുക, വെയർ ഹൗസിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് റിക്വസിഷൻ നോട്ട് കിട്ടുമ്പോഴാണ് ആക്ച്വലി എന്ത് ചെയ്യുക, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കൊട്ടേഷൻ കൊടുക്കുക. റീഓർഡർ ലെവൽ കറക്റ്റ് കുറച്ച് കിലോ എങ്കിലും വേണ്ടേ? കാരണം എന്താ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കുറച്ച് സമയം വേണം. ക്വാണ്ടിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം റീസണബിൾ പ്രൈസ് ഉള്ള സാധനം വാങ്ങാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അല്ലെ. അതിന് നിങ്ങൾ പല പേരിലും പഠിച്ചിട്ടുണ്ടാവും, റീഓർഡർ പീരീഡ്, അങ്ങനെയൊക്കെ. അപ്പോ കുറച്ച് കിലോ റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കീപ്പ് ചെയ്തിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അടുത്ത ഓർഡർ കൊടുക്കാൻ പാടുള്ളൂ. ഇത് കാലിഹേ, ഇവിടെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക, ഇവിടെ ഒരു കിലോ പോലും ഇല്ലാന്ന് വിചാരിക്കുക. പെട്ടെന്ന് തന്നെ സ്റ്റോർ റൂം, അതായത് റീഓർഡർ ലെവൽ കീപ്പ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള സാധനം നിലവിലില്ല എന്നുണ്ടെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പോയിട്ട് പറയും, പെട്ടുപോയി സാറേ, എങ്ങനെയെങ്കിലും റോ മെറ്റീരിയൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞങ്ങൾ പെടും. അപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കൊട്ടേഷൻ കൊടുക്കാൻ നോക്കൂ, ഇല്ല. പെട്ടെന്ന് എന്ത് ചെയ്യും, ബ്ലാക്ക് മാർക്കറ്റ് അല്ല, വേറെ ഏതെങ്കിലും പെട്ടെന്ന് കിട്ടേണ്ട സോഴ്സിൽ പെട്ടെന്ന് പ്രൈസ് അല്ലെ, ആവശ്യക്കാരത്തിന് ഔചിത്യമില്ല എന്തൊക്കെയോ പറയൂലേ, അപ്പൊ നമ്മൾ പ്രൈസ് നോക്കൂ, ഇല്ല. പ്രൊഡക്ഷൻ ഒരിക്കലും സ്റ്റോപ്പ് ആവാൻ പാടില്ല, പ്രൊഡക്ഷൻ നടന്നുകൊണ്ടേയിരിക്കണം അല്ലേ, സാധനം എത്തിച്ചു കൊടുക്കണം അല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പ്രൈസ് നോക്കാതെ സാധനം വാങ്ങിച്ചിട്ട് വെയർ ഹൗസിൽ കൊടുക്കേണ്ടി വരും, നേരെ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാവം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കാരണമാണോ 64 രൂപ കൂടാനുള്ള റീസൺ അല്ല. എന്തുകൊണ്ടാ, വെയർ ഹൗസ്, സ്റ്റോർ കീപ്പർ, സ്റ്റോർ മാനേജർ, വെയർ ഹൗസ് മാനേജർ, നിങ്ങൾ കാരണല്ലേ, നിങ്ങൾ പ്രോപ്പർ റീഓർഡർ ലെവൽ വെക്കാത്തത് കൊണ്ടല്ലേ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങേണ്ടി വന്നത്, അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കാണ്ട് സമയമില്ലാതെ പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങേണ്ടി വന്നത് അല്ലെ. ഇങ്ങനെയും റീസൺസ് വരാം കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്നുള്ളൂ. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, മേലത്തെ കാര്യം മനസ്സിലായില്ലേ, അത് മതി. പക്കയല്ലേ, സംശയമൊന്നും ഇല്ലല്ലോ, പെർഫെക്റ്റ് അല്ലേ? അപ്പോ താങ്ക് യു. ഇതെങ്ങനെയാ